മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കട്ടെ. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അതിൻ്റെ 12-ാം വാക്യം, അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സാദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവനോട് പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. ഇതോട് ചേർന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് നാം വായിച്ചത്. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ കർത്താവ് പറയുന്നത്, ആകാശത്ത് നിന്ന് ഒരടയാളം കാണിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന പരീശന്മാരെയും സാദൂക്യരെയുമാണ് നാം അവിടെ കാണുന്നത്. കർത്താവിൽ നിന്നും അടയാളം ചോദിച്ചുകൊണ്ട്, കർത്താവിൻ്റെ മടങ്ങിവരവിനുള്ള ലക്ഷണങ്ങൾ ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന ആ പരീശന്മാരോടും സാദൂക്യരോടും കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതോട് ചേർന്ന് കർത്താവ് ഇങ്ങനെയും പറഞ്ഞു, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരിയുന്നു. അടയാളത്തിൻ്റെ പുറകെ പോകുന്നവർ, അത്ഭുതത്തിൻ്റെ പുറകെ പോകുന്നവർ, അവരവരുടേതായ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് അവരുദ്ദേശിക്കുന്ന പദ്ധതികളും പ്ലാനുകളും നടപ്പാക്കുവാൻ വേണ്ടിയുള്ള ചില മുഖാന്തരങ്ങളായി അത് തീരുന്നു. എന്നാൽ ദൈവം കർത്താവ് നമ്മളോട് പറയുന്നത്, യോനാ പ്രവാചകൻ അനുസരണക്കേട് നിമിത്തമായിട്ട് ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ മുൻപോട്ട് പോയപ്പോൾ ആ കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്ന് അയ്യം വിളിച്ചു. അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിച്ചു. അനേകായിരങ്ങൾ മാനസാന്തരപ്പെടുവാൻ ആ ഒരു പ്രസംഗത്താൽ ദൈവം സാധ്യമാക്കി തീർത്തു. ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ ആ 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇന്ന് നാം വസിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലും കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ സൂക്ഷിച്ചുകൊള്ളുവാൻ, അവരുടെ ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളുവാൻ കർത്താവ് വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നമുക്ക് നൽകിയിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം തന്നെ 24-ാം അധ്യായത്തിൽ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അവർ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുൻപായിട്ട് ആ 1 യോഹന്നാനിൽ വായിച്ച കാര്യം നമുക്ക് പ്രാവർത്തികമാക്കാം. ഏതാത്മാക്കളും ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. അവരുടെ ജീവിതം കൊണ്ടും ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്താൽ തിരിച്ചറിയുന്നത് പോലെ പ്രവാചകന്മാരെ അവരുടെ ജീവിതം കൊണ്ട് തിരിച്ചറിയാം. അവരെത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരാണ്. അവർ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്നവരാണോ അതോ ദൈവവചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവരാണോ എന്ന് നാം ശോധന ചെയ്യണം. അവരുടെ ജീവിതം കൊണ്ട് അവരെ വിലയിരുത്തി അവർ പറയുന്ന വാക്കുകൾ ദൈവവചനത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി കൂട്ടിച്ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ അവരുടെ ഉപദേശം പുളിച്ച മാവാണോ അതോ നല്ലതാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കും. ആത്മാക്കളെ ശോധന ചെയ്തുകൊണ്ട് ദൈവഹിതപ്രകാരം കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ നമ്മുടെ ജീവിതം കഴിപ്പാനും കർത്താവിന് വേണ്ടി നോക്കിപ്പാർക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇടയാകട്ടെ. അവൻ അടുക്ക വാതുക്കലായിരിക്കുന്നു. അവൻ വരും. അവൻ വിശുദ്ധനായ ദൈവം. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ തൻ്റെ ജനത്തെ ചേർക്കുവാനായിട്ട് വീണ്ടും വരുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. എന്നാൽ അതിൻ്റെ നാളും നാഴികയും സംബന്ധിച്ച് സ്വർഗത്തിലെ പിതാവല്ലാതെ പുത്രനും കൂടെ അറിയുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. തക്ക സമയത്ത് വെളിപ്പെടുന്ന ആ മഹാകാര്യത്തിനായി കാത്തിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകാം.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.